ഹായ് ഹലോ ഫ്രണ്ട്സ്, അരുണാണേ. പിന്നെ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് പോയിട്ട് വരുന്ന വഴിക്ക് ഞങ്ങളൊരു ഹോട്ടലിൽ കയറിയായിരുന്നേ. കിളിമാനൂർ പാപ്പാല എന്ന് പറയുന്ന സ്ഥലത്ത്. ഹോട്ടലിൻ്റെ പേര് മീനൂണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് പറയുന്നത്. ഒരുപാട് ആംബിയൻസ് ഒന്നുള്ളൊരു ഹോട്ടലല്ല കേട്ടോ ഇത്. പക്ഷേ ഇവിടുത്തെ ഫുഡ് അത് സൂപ്പറായിരുന്നു കേട്ടോ. നല്ല അടിപൊളി മരിച്ചിനിയും തോരനും അവിയലും അച്ചാറും ഒക്കെ, പിന്നെ നല്ല ചൂട് ചോറും. ചില ഹോട്ടലുകളിൽ ഉച്ചയൂണിന് സാമ്പാറായിരിക്കും, പരിപ്പ് കാണാറില്ല. പക്ഷേ ഇവിടെ നല്ല അടിപൊളി പരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഈ ചൂട് ചോറിൽ ഈ പരിപ്പ് ഒഴിച്ചിട്ടേ നല്ല അടിപൊളി പപ്പടവും കൂടെ വച്ചിട്ട് ഇങ്ങനെ പൊടിച്ചിട്ട് അതിൽ നിന്നൊരു ഉരുള കഴിക്കാൻ പോകണ്ടല്ലോ, നമ്മുടെ ഈ കല്യാണ സദ്യയൊക്കെ കഴിക്കുന്ന ആ ഒരു ഫീല് കിട്ടും. അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു കേട്ടോ. കൂടെ നല്ല കിടുക്കൻ മീൻകറിയും നല്ല കട്ടി തൈരും. അപ്പോൾ ആ മീൻകറി എടുത്തിട്ട് ആ മരിച്ചിനിയിലോട്ട് ഇച്ചിരി ഒഴിച്ചിട്ടേ ആ മരിച്ചിനിയും മീനും ചോറും കൂടെ ഒന്ന് ഇളക്കിയിട്ട് നല്ല സ്വാദാണ് അത് കഴിക്കാൻ. നല്ല അടിപൊളി നല്ല മീൻകറിയാണ്, നല്ല നെത്തോലി മീൻകറി. ഇനിയാണ് അടുത്ത ഐറ്റം. നമ്മുടെ ഈ ഹോട്ടലിൻ്റെ പേര്, അതായത് മീനൂണ്. മീൻ ഞങ്ങൾ വാങ്ങിച്ചത് നെത്തോലി വറുത്തതായിരുന്നു കേട്ടോ. ഒരു പ്ലേറ്റ് 100 രൂപയാണ്. പക്ഷേ അടിപൊളി ക്വാണ്ടിറ്റിയാണ്, നല്ല സൂപ്പറാണ്. അതാണ്ട് സാമ്പാർ ഞാൻ മേടിച്ചായിരുന്നേ. സാമ്പാറും പിന്നെ നെത്തോലി ഫ്രൈയും ഒക്കെ വെച്ചിട്ട് ഒരു പിടി അങ്ങ് പിടിച്ചു, ഞാനും അവളും കൂടെ. ഈ അവളെന്ന് പറഞ്ഞത് കേട്ട് തെറ്റിദ്ധരിക്കേണ്ട, വേറെ ആരുമല്ല, വിശപ്പ് എന്തെന്ന് അറിഞ്ഞുകൂടാത്ത എൻ്റെ പ്രിയ പത്നിയാണ് കേട്ടോ. അവൾ കഴിക്കുന്ന വീഡിയോ കണ്ട് നിങ്ങൾ ആരെങ്കിലും കണ്ണു വച്ചാലോ, അതുകൊണ്ട് ഞാൻ ആ വീഡിയോ കാണിക്കുന്നില്ല. അതായത് അവൾ കഴിക്കുന്ന ഭാഗം ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. ഈ ഉച്ചയൂണ് സമയത്ത് ഈ ഹോട്ടലിൽ നല്ല തിരക്കാണ് കേട്ടോ. ഒത്തിരി ആൾക്കാരുണ്ട്. അവിടെ ലൈവായിട്ടാണ് മീൻ പൊരിക്കുന്നത്. വിഴിഞ്ഞം ഫ്രഷ് മീനാണ് ഉപയോഗിക്കുന്നതാണ് പറഞ്ഞത്. ലൈവായിട്ട് ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് കാണാം. അപ്പോൾ കടയുടെ പേര് മറക്കണ്ട, മീനൂണ് പാപ്പാല കിളിമാനൂർ. അങ്ങനെ നല്ലൊരു മീൻ ഫ്രൈയും കൂട്ടിയുള്ള ഊണിന് ശേഷം തണുത്ത് എന്തെങ്കിലും കഴിക്കണമെന്ന് വീണ്ടും വിശപ്പില്ലാത്ത ഭാര്യയ്ക്ക് ഒരേ ഒരു വാശി. അങ്ങനെ താണ്ടെ 2 ഫ്രൂട്ട് സർബത്ത് മേടിച്ചു. ഫ്രൂട്ട് സർബത്തെന്നോ ഫ്രൂട്ട് സാലഡെന്നോ ഒക്കെ പറയാം. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല അടിപൊളി സാധനം. അപ്പോൾ ഇതൂടെ ആയപ്പോൾ തന്നെ വയറ് ഏകദേശം ഒരു ലെവലായി. ഇനി നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഫോളോ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.